ഹേ ഗായ്സ്, വെൽക്കം ടു മിനി ടേൽസ്. ഇത് നമ്മൾ മൂന്നാർ പോയ വ്ളോഗിൻ്റെ പാർട്ട് 2 ആണ്. സോ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മൾ പൊന്മുടി ഡാമിൽ റീച്ച് ആയതായിരുന്നു. നമ്മൾ പൊന്മുടി ഡാമിൽ റീച്ച് ആയതിനു ശേഷം അവിടുന്ന് നേരെ പോയത് ആനച്ചലായിരുന്നു നമ്മൾ സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആനച്ചലെത്തിയപ്പോഴത്തേക്കും നല്ല ലേറ്റായി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടായിരുന്നു റൂമിലേക്ക് പോയത്. അവിടെ ആനച്ചൽ തന്നെ ടൗണിലുള്ള ഒരു ഹോട്ടലിലായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത്. അത്യാവശ്യം കൊള്ളാം, നല്ല ഫുഡായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നേരെ റൂമിലേക്ക് എത്തിയപ്പോൾ തന്നെ ഇച്ചിരി കൂടെ ലേറ്റായി. അപ്പോൾ എനിക്ക് നന്നായിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബാക്കി മോർണിംഗ് ആണ് ഷൂട്ട് ചെയ്തതെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ സ്പേസും എല്ലാം കാണിച്ചു തരാം. ഇതായിരുന്നു റൂം. താഴെ ബെഡ് സ്പേസ് ആയിരുന്നു വരുന്നത്. മുകളിൽ ഒരു റൂഫ് ടോപ്പ് ഇതേപോലെ ഒരു ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരു സ്പേസ് ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ കാണാൻ ഒത്തിരി മലകളുണ്ടായിരുന്നു. നല്ല വ്യൂ ആണ് അവിടെ നിന്ന്. പിന്നെ നിങ്ങൾക്ക് ഈ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതിയിട്ട് ഞാൻ റിപ്ലൈ ഇട്ടേക്കാം. അപ്പോൾ ഇത് വരുന്ന ആനച്ചലാണ്. ഞങ്ങൾ 2 ട്രീ ഹട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. കൊള്ളായിരുന്നു. ഒരു ദിവസത്തെ സ്റ്റേ ആയിരുന്നു, എന്നാലും സൂപ്പർ വർത്തി ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ പോയത് വട്ടവടക്കായിരുന്നു. വട്ടവടക്ക് പോകുന്ന വഴി ഞങ്ങൾ എന്തോ ഒരു എലിഫൻറ്റ് പാർക്ക്, കാർമിലാഗിരി എലിഫൻറ്റ് പാർക്ക് അങ്ങനെ എന്തോ, എനിക്ക് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അറിയത്തില്ല. അപ്പോൾ അവിടെ പോയി. പിന്നെ അവിടെ നിന്ന് നേരെ എക്കോ പോയിൻറ്റ്, പിന്നെ ഫോട്ടോ പോയിൻറ്റ്, പിന്നെ നേരെ വട്ടവടക്ക് തന്നെ പോയത്. സോ പോകുന്ന വഴി ആണ് ഈ കാഴ്ചകളെല്ലാം. അങ്ങനെ നമ്മളവിടെ എലിഫൻറ്റ് പാർക്കിൽ എത്തിയിട്ട് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എലിഫൻറ്റിന് ഫീഡ് ചെയ്യാം, ഫുഡ് മേടിച്ച് കൊടുക്കാം. പൈനാപ്പിൾ ആയിരുന്നു കേട്ടോ വാങ്ങിച്ചു കൊടുക്കേണ്ടത്. അത് എത്ര 150 അങ്ങനെ എന്തോ ആയിരുന്നു റേറ്റ് വരുന്നത്. പിന്നെ എലിഫൻറ്റ് സഫാരി ഉണ്ടായിരുന്നു. നമ്മൾ സഫാരിക്കൊന്നും കയറാൻ തോന്നിയില്ല. നമ്മൾ ഫുഡ് മേടിച്ചു കൊടുത്തു, പൈനാപ്പിൾ മേടിച്ചു കൊടുത്തു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ എക്കോ പോയിൻറ്റിലേക്ക് പോകുന്ന വഴിക്കൊരു കോണൊക്കെ മേടിച്ച് കഴിച്ചു. ആ എക്കോ പോയിൻറ്റിലേക്ക് പോകുന്ന വഴി നമുക്ക് കാണാനായിട്ട് ഒത്തിരി ഉണ്ടായിരുന്നു. അതിൽ ഒരു കിടിലം വ്യൂ ആയിരുന്നത്. പിന്നെ ഞങ്ങളവിടെ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി ഇതേപോലെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തിട്ട് വീണ്ടും അവിടെ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിറച്ച് മങ്കീസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ എക്കോ പോയിൻറ്റിലേക്ക് പോയാൽ നിങ്ങൾക്കറിയാലോ അവിടുത്തെ പ്രത്യേകത എന്തുവാന്ന്. നമ്മളിവിടെ നിന്ന് എന്താണോ സംസാരിക്കുന്നത് അത് നമുക്ക് തിരിച്ച് എക്കോ ആയിട്ട് കേൾക്കാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് നേരെ വട്ടവടയ്ക്ക് വിട്ടു. വട്ടവടയ്ക്ക് പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ചായയും മാഗിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ചായക്കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇച്ചിരി വെയിലായിരുന്നെങ്കിലും അധികം ചൂടില്ലായിരുന്നു, നല്ല തണുത്ത കാറ്റായിരുന്നു. സോ ചായയൊക്കെ കുടിച്ച് മാഗിയൊക്കെ കഴിച്ച് പ്രത്യേക ഫീലായിരുന്നു അവിടെ. പിന്നെ ഈ പച്ചപ്പൊക്കെ നമ്മൾ കണ്ണിലിങ്ങനെ കണ്ടിന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു വേറെ ഏതോ ഒരു സ്ഥലത്ത്, അതായത് വേറെ ഏതോ ഒരു എന്താ വേൾഡിലെത്തിയ പോലത്തെ ഒരു ഫീലായിരിക്കും. പിന്നെ അവിടെ നേരെ വട്ടവടയുടെ വിശേഷങ്ങളെല്ലാം നമുക്ക് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.